നമസ്കാരം. മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഉരുൾ തകർത്ത മുണ്ടക്കയും ചൂരൽമലയും വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് കേരളം. ഏത് ഘട്ടം വരെ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്, എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക, ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ദുരന്തത്തിന് ശേഷമുള്ള പുനരധിവാസമാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ആ പുനരധിവാസം ഇനി ആ കാര്യത്തിൽ ഒരു ആശങ്കയും ആവശ്യമില്ല. സ്ഥലം ലഭ്യമായിട്ടുണ്ട്, നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ഒരു വലിയൊരു പ്രശ്നം വരുമ്പോഴേക്കും മറ്റെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് നാട്ടുകാർ ഓടിയെത്തുന്ന ഒരു സാഹചര്യം അവിടെയും ഉണ്ടായി. എന്നാൽ അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ അവരുടെ റെസ്പോൺസ് വളരെ ശ്ലാഘനീയമായിരുന്നു എന്നെനിക്ക് പറയേണ്ടി വരും. ഈ 32 അംഗങ്ങളെ ഒരു ഓവർ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തണമെന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. ഉടനെ കളക്ടറെടുത്ത് പറഞ്ഞപ്പോൾ കളക്ടർ അതിന് അനുമതിയും തന്നു. പക്ഷേ മറ്റ് സേഫ്റ്റി മെഷേഴ്സൊന്നും ഞങ്ങൾ എടുക്കാതെ അങ്ങോട്ട് പോയി. 3/4 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ ഈ ആക്സിഡൻറ്റ് ഉണ്ടായ സംഭവം എന്താണെന്ന് കാണുന്നു. ഒരു ബസ്സിൻ്റെ പിന്നിൽ മറ്റൊരു ബസ് പോയി ചെറുതായൊന്ന് തട്ടി എന്നതാണ് സംഭവിച്ചത്. ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ വാഹനത്തിൽ പുറകെ കിടക്കുന്നവരെല്ലാം കൂടെ ഇറങ്ങി ചെല്ലും, ആ ബസ് തള്ളി സൈഡിലേക്ക് മാറ്റിയിടും, 10 മിനിറ്റകം വഴി ക്ലിയർ ചെയ്യും. ഈ ഞങ്ങൾ കടന്നു പോകുമ്പോഴും ഈ ബസ്സിലെ യാത്രക്കാരായി അപകടം പറ്റിയ ബസ്സിലെ യാത്രക്കാർ വഴിരീകിൽ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആംബുലൻസ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അവിടെ അച്ഛനോ അമ്മയോ നഷ്ടപ്പെട്ട ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് 18 വയസ്സാകുമ്പോൾ തിരിച്ചു കിട്ടും. അതിൻ്റെ ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിവരങ്ങളെല്ലാം അതിവിദഗ്ധമായി നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഔപചാരികമായി ഈ സംവാദ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തുന്നു. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, ലോകപ്രശസ്ത സഞ്ചാരിയും വ്യവസായിയുമായ സന്തോഷ് ജോർജ് കുളങ്ങര, സാമൂഹ്യ നിരീക്ഷകയും മുൻ മാധ്യമപ്രവർത്തകയുമായ MS ശ്രീകല, അഭിനേത്രി സരയു, ഡോക്ടർ ശേഖർ കുര്യാക്കോസ് മെമ്പർ സെക്രട്ടറി KSDMA, കൽപ്പറ്റ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K ഹാഷിഫ്. ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, അതായത് നമ്മുടെ സംവിധാനങ്ങളിൽ ഒരുപക്ഷെ ഇതുപോലുള്ള ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എക്സ്പെർട്ടൈസ് നമുക്ക് കരകരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ടോ, അതോ ഇനിയും നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2016-ൽ ഈ മന്ത്രിസഭ ഉണ്ടാകുന്ന സമയം മുതൽ ഞാൻ ക്രൈസിസുകളുമായി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രൈസിസ് മാനേജർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടുന്നത് എന്നതിൻ്റെ പാഠപുസ്തകമായി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു കഥ സർവീസ് സ്റ്റോറിയായി എഴുതാനുള്ള മാത്രമുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അത് ഒരുപക്ഷെ വേണു സാറിനും നന്നായിട്ട് അറിയാം. ഞാൻ അദ്ദേഹത്തിനോട് പലതും പങ്കുവച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. നമ്മൾ 16-ൽ എവിടെയായിരുന്നു, ഇന്ന് നമ്മൾ എവിടെയാണ്? ഈ ഒരു മാറ്റമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. 16-ൽ 7 പേരുണ്ടായിരുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് കേരളത്തിൽ 126 സ്ഥലങ്ങളിൽ എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുള്ള 126 സൈറണുകൾ നിയന്ത്രിക്കുന്ന, നിങ്ങളുടെ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണിൽ സമയബന്ധിതമായി ദുരന്ത സാഹചര്യങ്ങൾ അറിയിക്കാവുന്ന ഒരു സംവിധാനമായി പരിണമിച്ചിട്ടുണ്ട്. ഈ സംവിധാനത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഊന്നി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, എപ്പോഴും ഞങ്ങളുടെ ചെയർമാനും കൂടിയാണ്, ദുരന്ത നിവാരണത്തിൻ്റെ മുഴുവൻ ചുമതലയും അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്, ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ഏകോപനം ഉറപ്പാക്കുക. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് മാറ്റമുണ്ടാക്കിയത്? സാമൂഹിക സന്നദ്ധ സേന എന്ന ഇന്ത്യയിലെ ഒരേ ഒരു സാമൂഹിക തലത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ ഡയറക്ടറേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു. ആപദാമിത്ര വോളണ്ടിയർമാരുടെ 4500 പേരുടെ ശ്രേണി, അവർക്ക് കിറ്റുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം സിവിൽ ഡിഫൻസ് സംസ്ഥാനം. സിവിൽ ഡിഫൻസ് 1968 ആക്ട് നടപ്പിലാക്കി കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും സിവിൽ ഡിഫൻസ് ആക്ടിന് കീഴിൽ കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. അതിൽ വ്യക്തമായ നിലപാടുകൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേൾക്കുവാനും ആ ആജ്ഞകൾ ശിരസാവഹിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനുമുള്ള ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്
നമ്മളെ കാണിക്കുന്നത് ഇതിനൊരു തുടക്കവും ഒരു ഒടുക്കവുമില്ല. ദുരന്ത ലഘൂകരണ പ്രക്രിയ എന്നത് ഒരു നിരന്തര പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയയിൽ മാറ്റങ്ങൾ കാലികമായി വരുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഭൂപ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ അതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ലേ? അതെ, ഭൂവിനിയോഗത്തെ സംബന്ധിച്ചും നമ്മൾ 2018 പ്രളയത്തിനു ശേഷം നടത്തിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് പറഞ്ഞത് തന്നെ കേരളത്തിലെ ഭൂവിനിയോഗ രീതികൾ മാറ്റണമെന്നാണ്. അതിൽ തന്നെ നമ്മൾ തദ്ദേശ തലത്തിൽ ഇടപെട്ടുകൊണ്ട് റിസ്ക് ഇൻഫോംഡ് മാസ്റ്റർ പ്ലാൻസ് എന്ന തലത്തിലേക്ക് മാറുകയും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ദുരന്ത ലഘൂകരണ പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുകൊണ്ടുകൂടി മാറ്റം വരുത്തുന്നതിനാണ്. സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല ഊന്നിയിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി. നമ്മളിപ്പോൾ പുനരധിവാസത്തെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ പോലും ആ ഘട്ടത്തിലുണ്ടായിട്ടുള്ള ചില വിവാദങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, അതായത് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകൾ മാനിക്കാതെ പോയി. രണ്ട്, പരിസ്ഥിതി മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ രാജ്യസഭയിൽ പറഞ്ഞതാണ്. അതായത് കോറിയുടെ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചതാണ്, നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയൊരു ദുരന്തമാണ്. ഈ ഒരു തരത്തിൽ നിന്നുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകേണ്ടി വന്നത്. അല്ല, ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓർത്തിരിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. മറക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് കാരണം അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടാനില്ല. നമ്മളെ ഒരു അനുഭവം അതായിപ്പോയി. ഒരു നാടിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത അവഗണന അനുഭവിക്കേണ്ടി വന്നൊരു നാടാണ് നമ്മുടേത്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, 2018 മുതൽ 2018 ഏറ്റവും വലിയ ദുരന്തം ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നേരിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പോലും സഹായങ്ങൾ ലഭ്യമായില്ലല്ലോ. എന്തുകൊണ്ടോ സഹായങ്ങൾ ലഭ്യം ആകേണ്ടതില്ല എന്ന പട്ടികയിൽപ്പെടുത്തി കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മുടെ ഒരു ശുദ്ധ മനസ്സുകൊണ്ടായിരിക്കാം ഈ നമുക്ക് നല്ല സഹായം ലഭിക്കും എന്ന്. പക്ഷേ തീർത്തും നിരാശ. നമ്മളൊരു ശത്രുരാജ്യമാണോ സർ? ഒരു കനിവിനും ഒരു സഹതാപത്തിനും അർഹതയില്ലാത്ത വിധത്തിലുള്ള ഒരു ശത്രുരാജ്യമായാണോ നമ്മളെ കാണുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സാധാരണക്കാരനും വളരെയധികം വേവലാതി ഉണ്ടാക്കുന്നു. ഇത്രയും വലിയ ഒരു ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം, ആയിരക്കണക്കിന് കോടി രൂപ ആവശ്യം വരുന്നൊരു നിർമ്മാണം, ഒരു 0 സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി, അത് യഥാർത്ഥത്തിൽ എന്ത് തരത്തിൽ ഉള്ള ധൈര്യം കൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുകൂടി. ശ്രീകലയുടെ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയായി മാറും. അതുകൊണ്ട് ആദ്യ ഭാഗത്തെ വിട്ടിട്ട് പ്രതികരിച്ചാൽ ഇതിനൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാടിൻ്റെ ഒരുമ, നാടിൻ്റെ ഐക്യം, അതിലുള്ള വിശ്വാസം, അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ സാധ്യമാക്കും എന്ന് പറയാൻ സാധിക്കുന്നത്. സരയു നമ്മുടെ കലാലോകത്തിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ്. സരയു, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ പറഞ്ഞ അവിടുത്തെ സാംസ്കാരിക അല്ലെങ്കിൽ കലാമേഖലയൊന്നും ആ നാടിൻ്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധിയിൽ വ്യാപൃതരാകാറില്ല. പക്ഷേ കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും കലാകാരന്മാരും എല്ലാവരും ഒരുമിച്ച് മറ്റുള്ളവരോടൊപ്പം തന്നെ ഇറങ്ങി വരും. ആ ഒരു സാംസ്കാരിക പൈതൃകമാണ് കേരളത്തിനുള്ളത്. എങ്ങനെയാണ് സരയു ഇതിനെ കാണുന്നത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ അണ്ണാറക്കണ്ണനും തന്നാല എന്ന് പറഞ്ഞ പോലെ ആ സമയത്തൊക്കെ ഒരു കൂട്ടായ്മയുമായിട്ട് ചേർന്ന് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഈ പറഞ്ഞ പോലെ സിനിമാ മേഖല എന്നുള്ളതൊക്കെ മാറ്റി നിർത്തി കേരളത്തിൽ മാത്രം, നമ്മുടെ മണ്ണിൽ മാത്രം കാണാൻ വരുന്ന ഒരു ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു ഏറ്റവും നൈർമല്യമുള്ളൊരു ഓർമ്മയായിട്ട് കൂടെ സൂക്ഷിക്കുകയാണ്. ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു അറിവില്ലായിരുന്നു. നമ്മളാൽ കഴിയുന്ന വിധം എന്തോ ചെയ്ത് നമ്മൾ സഹായിക്കുന്നുള്ളൊരവസ്ഥയായിരുന്നു. പക്ഷേ പോകെ പറഞ്ഞൊരു ധാരണയായി, കൃത്യമായ ഒരു വഴികാട്ടികളുണ്ടായി, പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്. അതിനനുസരിച്ച് പിന്നീട് അങ്ങോട്ട് ആവർത്തിച്ചും അനുഭവങ്ങൾ വന്നപ്പോൾ പ്രവർത്തിക്കാൻ സാധിച്ചു. എവിടേക്കോ കുറച്ചൊക്കെ പഠിച്ച് മുന്നേറാൻ ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതും ഒരു അഭിമാനമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതായത് ഇപ്പം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു റീഹാബിലിറ്റേഷൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു വെസ്റ്റേൺ ഡെമോക്രസിയിലൊക്കെ നടക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനാണ് ഇപ്പം ഇതിൻ്റെ ഈ ടൗൺഷിപ്പിൻ്റെ ഒരു പ്ലാൻ എന്നുള്ളത്. എന്തായിരിക്കും? ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ എല്ലാവരും കൊടുത്തിട്ട് അങ്ങോട്ട് അവരെ വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കി വിടായിരുന്നു. പക്ഷേ ഇതുപോലുള്ളൊരു പക്ഷേ ഒരു ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ളൊരു റെസിഡൻഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത മാർഗവുമായി ബന്ധപ്പെട്ടൊരു സംവിധാനം വേണമെന്ന് തോന്നാനുള്ള കാരണം എന്തായിരുന്നു?
എന്താ അതിന് പറയുക, നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തമാണല്ലോ ഉണ്ടായത്. ഒരു രാത്രിയാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ലാതാകുന്ന അവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുകയാണ്. ജീവിതം തിരിച്ചു കിട്ടിയവർ, ഒരുപാട് ഉറ്റവർ ഉടയവരെല്ലാം നഷ്ടപ്പെട്ടും പോയി, അവരുടെ ജീവിതം ഒടുങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ബാക്കിയായ ആളുകൾ നമ്മൾ ചേർത്ത് പിടിക്കാൻ നമ്മുടെ സമൂഹത്തിന് ബാധ്യതയുണ്ട്. അപ്പോൾ അവരെ ശരിയായ രീതിയിൽ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അക്കാര്യത്തിൽ സഹായിക്കാൻ പലരും സന്നദ്ധമായി മുന്നോട്ടും വന്നു. അത് സ്വീകരിക്കുകയും നമ്മുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് കണ്ടത്. അതിൻ്റെ ഭാഗമായി ഒരു ടൗൺഷിപ്പ് തന്നെ ആവട്ടെ എന്നൊരു നില ഞങ്ങൾ ആലോചിച്ചപ്പോൾ പൊതുവിൽ കണ്ടു. ആദ്യഘട്ടത്തിൽ തന്നെ ആ ആലോചന ഞങ്ങൾ നടത്തി. അത് ടൗൺഷിപ്പ് ആവട്ടെ എന്ന നില വെച്ചുകൊണ്ടുള്ള നടപടികളാണ് ആരംഭിച്ചത്. അതിനുവേണ്ടിയാണ് സ്ഥലം നോക്കിയത്. ആ സ്ഥലം നോക്കിയപ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ പരിശോധിച്ചുകൊണ്ട് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡോക്ടർ വേണുവിന് പറയാൻ സാധിക്കും. ടൗൺഷിപ്പ്, വീട്, ഉപജീവനം, അവരുടെ വിദൂര എന്താ പറയുക ആവശ്യങ്ങളോടുള്ള പ്രതികരണം, ഇങ്ങനെ ഒരു എല്ലാം കൂടി കോർത്തിണക്കിയിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നുമില്ല, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ രൂപത്തിലുള്ള ഒരു പുനരധിവാസം എന്നുള്ളൊരു സങ്കല്പം നടപ്പിലാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. ഇതൊരു പുതിയ മാതൃക തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ ഇതിൻ്റെ ഈ പ്രശ്നം അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളെ എല്ലാവരും നമ്മൾ വിളിച്ചു ചേർത്തു. സാറിന് ഓർമ്മയുണ്ടാവും. അന്ന് ആ വിളിച്ചു ചേർത്ത സമയത്ത് അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു ചുറ്റുപാട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതാണ് ഞങ്ങളുടെ മനസ്സിലുള്ള അതായത് എൻ്റെ ചുറ്റുമുണ്ടായിരുന്നവർ, എൻ്റെ അയൽപ്പക്കക്കാർ, എൻ്റെ സ്നേഹിതർ, ഇവരുടെ കൂടെ ആവണം ഇനിയും ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് എന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഞങ്ങളോട് പറയുന്നത്. എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഇത് സാമ്പത്തികമായിട്ടുള്ളൊരു സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള റീഹാബിലിറ്റേഷൻ അല്ല, മറിച്ച് ഈ ജീവിത രീതി, ഈ ജീവിത ശൈലി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. മുമ്പുണ്ടായിരുന്ന ഒരു സാമൂഹ്യ ജീവിതത്തെ തന്നെ നമ്മൾ പുനഃസൃഷ്ടിക്കുക. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ആ ആഗ്രഹത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണുകയും അതിലൂടെയാണ് നമ്മൾ ഈ ഒരു ടൗൺഷിപ്പ് ആകുമ്പോഴേക്കും അവരെങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെയുള്ള ഒരു സമാനമായ ഒരു ജീവിത രീതിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് വന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നത് ഭാവിയിലേക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രംഗത്ത് ഒരു ദേശീയ മാതൃകയാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നഷ്ടപ്പെട്ടതൊരു വീടാണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതൊരു വീടല്ല എന്ന് പറയുകയാണ് നമ്മൾ. ആ വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ആ ചുറ്റുപാട് ഒരുക്കുക, അവർക്ക് ഒരു ലൈവ്ലിഹുഡ് ഒരുക്കുക, വിദ്യാഭ്യാസം ഒരുക്കുക, അത് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരിക. അതായത് നമ്മൾ അവർക്ക് വെറുതെ ഒരു നഷ്ടപ്പെട്ടത് എന്ത് തിരിച്ചു കൊടുക്കുക, ബിൽഡിംഗ് ബാക്ക് ബെറ്റർ എന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പ്രായോഗികമായിട്ട് കേരളം കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്ത നിവാരണത്തിൻ്റെ രംഗത്ത് നമ്മൾ പറയുകയാണ്, ദുരന്തം കഴിഞ്ഞാൽ അവർക്ക് ഒരുപടി മുന്നോട്ടാണ് നമ്മൾ കാണിക്കേണ്ടത്, ഒരുപടി ഉയരത്തിലേക്കാണ് അവരെ കൊണ്ടുപോകേണ്ടത് എന്ന മാതൃക നമ്മൾ ലോകത്തിന്. വയനാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ ഇവിടെയുണ്ട്. സർവസ്വവും നഷ്ടപ്പെട്ട് ഒരു നിസ്സഹായത്തിലാഴുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വികാരം എന്തായിരിക്കും? ഇപ്പോൾ എത്രയും പെട്ടെന്ന് വീട് കിട്ടണം, എപ്പോഴാണ് വീടാകുക എന്നാണ് ആദ്യം ചോദിക്കാനുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ വേണു സാർ പറഞ്ഞ പോലെ എല്ലാവരും ചേർത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ടിൽ വെച്ചിട്ട് യോഗം ചേർന്ന അന്നാണ് ഇത് തീരുമാനിച്ചത്. അന്ന് ഞാനാണ് ആദ്യം എടുത്തു പറഞ്ഞത്, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സംവിധാനം, അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രയാസമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അന്ന് ടൗൺഷിപ്പിന് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകളെല്ലാം നല്ല സാമ്പത്തികമായി സഹായിച്ചതോടൊപ്പം ഇവിടുത്തെ മറ്റ് സംഘടനകൾ, ഇപ്പോൾ ലീഗ് പോലുള്ള സംഘടനകളൊക്കെ ഗവൺമെൻറ്റിനോട് ചേർന്നുകൊണ്ട് തന്നെ വീട് വെച്ച് ചേരുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അവരെന്ത് ചെയ്തു വെച്ചാൽ 105ഓളം വീട്
വേറെ പുറത്ത് പോയി വെക്കുകയാണ്. ഇപ്പോൾ ഈ ടൗൺഷിപ്പിൽ അവർ വിട്ടു, വേറെ സ്ഥലത്തേക്ക് മാറി. ആ ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഞങ്ങളെ കുറേ ആളുകളെ മാറ്റി നിർത്തുന്ന സ്ഥിതിയിലേക്ക്, കുറച്ച് ആളുകൾ ഞങ്ങളുടെ അടുത്ത് വിട്ടുപോകുന്ന സ്ഥിതിയിലേക്ക് വന്നു. ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വീട് കിട്ടണം. എപ്പോൾ കിട്ടും മന്ത്രി ഒരു ആവശ്യമുണ്ട്, ഒരു പ്രയാസമുണ്ട്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിച്ചു. വീട് നിർമ്മിക്കുന്നതിനുള്ളൊരു സമയം വേണമല്ലോ. ആ സമയം ഒരു തരത്തിലും നീണ്ടുപോകാതെ നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിർമ്മിച്ച് എല്ലാവരെയും അവിടെ താമസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരും കാണുന്നത്. രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പറഞ്ഞ നിങ്ങളോടൊപ്പം അവിടെ ഉണ്ടാകേണ്ട ആളുകൾ, ഏറിയ കൂറും ആളുകൾ അവിടെ തന്നെയുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ പട്ടികയിൽ പെടാതിരുന്നിട്ടുള്ളത്. ഈ പറഞ്ഞ 100-ലധികം ആളുകൾ നിങ്ങളെ ദുരന്തബാധിതർ തന്നെയാണോ എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ഏതായാലും എല്ലാവരും ഇതുമായി സഹകരിക്കാനാണ് തയ്യാറായിട്ടുള്ളത്. നിർഭാഗ്യകരമായൊരു നിലപാടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് നിങ്ങൾ ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇതേവരെ അങ്ങനത്തെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ നേരത്തെ ജീവിച്ചതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ താല്പര്യമായിട്ട് കണ്ടത്. ആദ്യം അതിൻ്റെ കൂടെ തന്നെയാണ് ലീഗും അണിനിരന്നിരുന്നത്. ലീഗിൻ്റെ അഭിപ്രായവും അങ്ങനെ തന്നെയാണ് വന്നിരുന്നത്. പക്ഷേ പിന്നീടൊരു ഘട്ടത്തിലാണ് അവർ വേറെ സ്ഥലമെടുത്ത് താമസിപ്പിക്കുന്ന നില വന്നിട്ടുള്ളത്. ആ താമസിപ്പിക്കുന്നവർ ദുരന്തത്തിനിരയായവർ തന്നെയാണോ, അല്ല വേറെ ആളുകളും അതിൽ പെടുവോ, ഇതൊന്നും വ്യക്തതയില്ലാത്ത കാര്യമാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഏതെങ്കിലും ആൾക്ക് ഇവിടുന്ന് മാറിപ്പോകണം എന്നുണ്ടെങ്കിൽ ആ മാറിപ്പോകുന്നവർക്ക് 15 ലക്ഷം രൂപ കൊടുക്കാൻ സന്നദ്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി ആ ഓഫർ സ്വീകരിക്കാൻ തയ്യാറായ ചുരുക്കം ചില കുടുംബങ്ങളുണ്ട്. അത് മുഴുവൻ ഇവരുടെ കൂട്ടത്തിൽ പെടുന്നില്ല എന്നാണ് തോന്നുന്നത്, ഈ പറഞ്ഞ പട്ടികയിൽ പെടുന്നില്ല എന്നാണ് തോന്നുന്നത്. അവർ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് ചിലയിടത്ത് മാറിപ്പോകാൻ ഉദ്ദേശിച്ചതാണ്. ഏതായാലും ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരുമിച്ച് നിൽക്കുന്നതായിരുന്നു നല്ലതെന്നുള്ളൊരു അഭിപ്രായമാണ്. തീർച്ചയായും അത് ഒരു തെറ്റായ സന്ദേശം നൽകുന്നതിനാണ് ഇടയാക്കിയിട്ടുള്ളത്. അതൊരു മാതൃകാപരമായ നിലപാടല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ദുരന്ത മുഖത്ത് കാണിച്ച ഒരുമ പിന്നീട് പുനരധിവാസത്തിൻ്റെ ഘട്ടത്തിൽ വന്നപ്പോൾ അല്പം മങ്ങുന്നു എന്നുള്ളൊരു പ്രതീതി വേറൊരാളും കൂടിയുണ്ട് വയനാട്ടിൽ നിന്ന്. എന്താണ്? എൻ്റെ പേര് VR സോമൻ എന്നാണ്. ഞാൻ ഈ ഉരുൾപൊട്ടൽ വെള്ളത്തിൽപ്പെട്ടിട്ട് ഒഴുകിപ്പോയ ആളാണ്. 1 മണിക്കൂറോളം നീന്തിയിട്ടാണ് കഴിച്ചിലായത്. ഞാൻ ഭാര്യേനെയും മകളെയും കുട്ടികളെയൊക്കെ തലേദിവസം വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നുകൊണ്ട് അവർ രക്ഷയില്ല. ഞങ്ങൾ 7 ആളും ഞങ്ങൾ പോകേണ്ടവരായിരുന്നു. പക്ഷേ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ എല്ലാം ഉണ്ടായിരുന്നു, ഇന്ന് നേരം വെളുക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയായി. അതിൽ നിന്നെല്ലാം സർക്കാർ അന്നു മുതൽ തന്നെ എല്ലാവരെയും സംരക്ഷിക്കുകയും 21 ദിവസം ക്യാമ്പിൽ ആയിരുന്നു. ക്യാമ്പിലത്തെ ജീവിതം ആരും പട്ടിണിയോ അല്ലൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ വിധത്തിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതേപോലെ തന്നെ വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു അരക്കയ്യ ബനിയൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാം പോയി എന്ന് പറഞ്ഞ് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. സർക്കാർ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തു. അതിന് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വന്നു. ഇപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ ഉറ്റവരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അതിൽ ഇനിയും കുറേ ആളുകളെ ആ വിടവ് നമുക്കൊരിക്കലും നിൽക്കാൻ കഴിയാത്തൊരു വിടവാണ്. പക്ഷേ എങ്കിൽ തന്നെയാലും സർക്കാരിൻ്റെ ഇടപെടൽ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ഞങ്ങൾക്കിപ്പോൾ തൊഴിലില്ലാത്തൊരു വലിയൊരു വിഷയമാണ്. ജൂലൈ മാസം 28-ാം തീയതി പണിക്ക് പോയതാണ്. പിന്നെ ഇതുവരെ പണിക്ക് പോകാൻ കഴിയില്ല. മറ്റു വലിയ പണികളൊന്നും എടുക്കാൻ കഴിയില്ല. ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ആളാണ്. അതേപോലെ അട്ടമല ഒരു ഗ്ലാസ് ബ്രിഡ്ജിലായിരുന്നു ഞങ്ങളൊക്കെ ജോലി ചെയ്തിരുന്നത്. അവിടെ 10-35 ആൾ ഞങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതൊരു 5-8 ആളുകൾ കൂടി ചെറിയ സംരംഭമായിട്ട് ചെയ്തതാണ്. സാധാരണക്കാരായിരുന്നു അതിൻ്റെ പാർട്ട്ണർമാരെല്ലാവരും. ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്തതാണ്. പക്ഷെ അത് ഇതുവരെയും തുറക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മളെ തൊഴിൽ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ട് ഞങ്ങൾക്ക്. അതെ, ഉപജീവന മാർഗത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം വേണു സർ. അത് ഒരു കാര്യം ഒന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സർ. ഇവിടെ ശ്രീ സോമൻ പറഞ്ഞതുപോലെ ആ ഭാഗത്ത് ഈ പ്രൊജക്റ്റ് ഇതുമായിട്ട് ഡിസാസ്റ്ററിൻ്റെ അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ കുറേ പേരെങ്കിലും ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു സർ. അവിടെ നമുക്ക് അവിടെ വയനാട്ടിൽ കൃത്യമായിട്ട് തന്നെ വയനാട് അനുഭവിച്ചു. ഒരു ജില്ല മുഴുവൻ, ആ ജില്ലയിലെ ടൂറിസം പ്രവർത്തനങ്ങൾ മുഴുവൻ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി സർ. എനിക്കൊന്ന് ഇതിന് സമാനമായ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. എനിക്കൊന്ന് അത് കഴിഞ്ഞ ശേഷം ആയിക്കോട്ടെ, ആ കാര്യം ഒന്ന് CM-ന്റെ ശ്രദ്ധയെ കൊണ്ടുവരണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു.
സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, മുണ്ടയ്ക്ക് ചൂരൽമല ദുരന്തം വയനാട് ടൂറിസത്തെ പ്രതികൂലമായി വ്യാപിച്ചു എന്ന പ്രചരണത്തെ അതിജീവിക്കാനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിരവധി ആളുകൾക്ക് ഈ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിലുണ്ട്. വേലിപ്പാലത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ടൂറിസം മേഖലയൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. വേലിപ്പാലം ആണ് അതിനൊരു തടസ്സം പറയുന്നത്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാക്കിക്കൊണ്ട് അതിനും കൂടി ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് പറയാനുള്ളത്. ഇതല്ലേ ഡോക്ടർ വേണു യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്? അതെ, അത് രണ്ട് വശമുണ്ട് അതിന് സർ. ഒന്ന്, ഈ നമ്മുടെ ദുരന്തമുണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാവരും തളർന്നു പോകുന്നൊരു സമയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് മറ്റുള്ളവരൊന്നും, അപ്പോൾ ടൂറിസം പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ആക്ടിവിറ്റീസ് പുനരാരംഭിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അങ്ങനെയാവുമ്പോൾ ഈ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടവർക്കെല്ലാം തിരിച്ചു കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ നമ്മൾ ചോദിച്ച തൊഴിൽ സാധ്യതയുമായി ബന്ധപ്പെടുത്തിയൊരു അവിടേക്കാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരു ഡിക്ലറേഷൻ, നമ്മൾ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളെ ഐസൊലേറ്റ് ചെയ്യുകയും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ പുനരാരംഭിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനം നമുക്ക് എടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. രണ്ടാമത്, ഇതുപോലെ ടൂറിസം രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ചില സാമ്പത്തിക സഹായ പദ്ധതികൾ നമ്മൾ പ്രത്യേകിച്ചും ബാങ്കുകളോടോ സാമ്പത്തിക സ്ഥാപനങ്ങളോടോ ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവിടെ രൂപീകരിക്കാൻ സാധിച്ചാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഞാൻ മുന്നോട്ട് വെക്കുകയാണ് സർ. ഈ ചൂരൽമലയും മുണ്ടക്കൈയാണ് യഥാർത്ഥത്തിൽ ദുരന്തത്തിൻ്റെ കേന്ദ്രങ്ങളിൽ പോലും മൊത്തം ജില്ല യഥാർത്ഥത്തിൽ ദുരന്തത്തിൻ്റെ ഒരു ഭാഗമായി ചിത്രീകരിക്കപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി. അതായത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞത് വയനാട് ദുരന്തം എന്നാണല്ലോ. അപ്പോൾ വയനാട് ദുരന്തം എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ വയനാടാകെ ഒരു ദുരന്ത പ്രദേശമാണ് എന്നൊരു തോന്നൽ മറ്റു പ്രദേശങ്ങൾക്ക് ഉണ്ടാകുന്ന നില വന്നു. അത് തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ തന്നെ മുണ്ടക്കൈ ചൂരൽമല എന്ന പ്രയോഗം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ അതാണല്ലോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തമെന്ന് പിന്നീട് പറഞ്ഞ് അങ്ങനെ ഒരു നിലയായി. അപ്പോൾ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമായിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ടുള്ള ടൂറിസം പ്രവർത്തനങ്ങൾ നല്ല നിലക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. അതിന് ഇപ്പം തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറേ കൂടി ശക്തമായ നടപടികൾ വേണമെങ്കിൽ ആ നടപടികളും നമുക്കിതിൻ്റെ ഭാഗമായി സ്വീകരിക്കുകയും ചെയ്യും. അല്ല, ഒരുപക്ഷെ ആ ജില്ല തന്നെ ഉണരുമ്പോൾ നിങ്ങളുടെ തൊഴിൽപരമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് എനിക്കൊന്ന് ഡോക്ടർ വേണു അത് സൂചിപ്പിച്ചത്. ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ ടൂറിസം തകരുന്നു, അല്ലെങ്കിൽ അവിടെ ഇനി മനുഷ്യർ ഭയപ്പെട്ടിട്ട് വരില്ല എന്ന് പറയുന്നത് തെറ്റായൊരു നിഗമനമാണ്. ലോകത്ത് ഏറ്റവും ദുരന്തമുണ്ടായ സ്ഥലങ്ങളാണ് ടൂറിസത്തിൽ പിന്നീട് ഏറ്റവും വളർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായി. ആ റഡാറും കൂടി വന്നു കഴിയുമ്പോൾ വളരെ സൂക്ഷ്മമായ വിവരങ്ങളാണ് കിട്ടുക. നമ്മൾക്കിപ്പോൾ ഒരുപക്ഷെ ഒരു ബ്ലോക്ക് തലത്തിലാണ് വിവരങ്ങൾ കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ഇനി അത് എത്താൻ പോകുന്നത് ഒരുപക്ഷെ താലൂക്ക് തലത്തിലേക്കും അതിനും താഴെ പഞ്ചായത്ത് തലത്തിലേക്കും എത്തുന്ന രീതിയിൽ ഹൈപ്പർ ലോക്കൽ സംവിധാനങ്ങളിലേക്ക് പോകും. ഈ ടൗൺഷിപ്പ് സമയബന്ധിതമായി പൂർത്തിയാക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിലെന്തെങ്കിലും ഒരു വീഴ്ച വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. എല്ലാറ്റിലും ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് അത് പൂർത്തിയാക്കും എന്നുള്ളത്. ആര് സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും അല്ല, അത് അങ്ങനത്തെ വാചകം ഞാൻ പറയുന്നില്ല. അല്ല, അവതാരകന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടോ? ചേട്ടാ, ഞാൻ സഹായിക്കണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. അല്ല, ഒന്നും കാണാൻ പറ്റാതെ. വണ്ടിയൊക്കെ ഭയങ്കര സ്പീഡിലാണ് വരുന്നേ. അറിയാം, ചെവികളും കണ്ണുപോലെയാണല്ലോ. എന്നാലും ഞാൻ ചേട്ടനെ സഹായിക്കാം. പെട്ടെന്ന് അപ്പുറത്ത് എത്താലോ. വാ ചേട്ടാ. ഇപ്പോ നമ്മുടെ റോഡിലെ യാത്രയൊക്കെ നല്ല സ്മൂത്താ. കറക്റ്റാണ്. ലോക നിലവാരത്തിലാ ഇപ്പൊ നമ്മുടെ സർക്കാർ റോഡുകളൊക്കെ നിർമ്മിക്കുന്നത്. അതെ അതെ. ദേശീയപാത, തീരദേശപാത, മലയോര ഹൈവേ, റിംഗ് റോഡുകൾ, ഇതൊക്കെ ഇപ്പൊ പഴയതിനേക്കാൾ കൂടുതൽ സേഫാന്നേ യാത്ര ചെയ്യാൻ. 10 വർഷം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന റോഡുകളൊന്നും അല്ല ഇപ്പൊ. താങ്ക് യു. നോ ടെൻഷൻ ചേട്ടാ. ഉള്ളിൽ നന്മയുള്ളവർ ഒപ്പമുള്ളവരെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നാട് നന്നാവണം. നമ്മുടെ സർക്കാർ ചിന്തിക്കുന്ന പോലെ. കാസർഗോഡ് മുതൽ പാറശാല വരെ മികവുറ്റ പാതകളിലൂടെ സുഗമ സഞ്ചാരം. യാത്രാപഥങ്ങളിൽ പുതിയ ഗതിവേഗമൊരുക്കുന്ന പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്.